ഹലോ ഗൈസ്, ജിയോഫോട്ടിക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇടും. ആ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ഓടിക്കഴിഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് സ്റ്റക്കായി പോകും. അങ്ങനെ സ്റ്റക്കായി കിടക്കുന്ന വീഡിയോസ് രണ്ടാമത് ഓടിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റക്കായി കിടക്കുന്ന വീഡിയോസ് രണ്ടാമത് കൂടുതൽ ആൾക്കാരിലേക്ക് പോകാനുള്ള 3 ട്രിക്കാണ് പറയാൻ പോകുന്നത്. ഓക്കെ, 1-2 ട്രിക്കല്ല, 3 ട്രിക്ക്. 3 ട്രിക്ക് എന്ന് വെച്ചാൽ ഇത് 3ഉം വർക്കിംഗ് ആണ്. അതിപ്പം പണ്ടത്തെ കാലത്തായാലും ഇപ്പോഴത്തെ കാലത്തായാലൊക്കെ വർക്കിംഗ് ആയിട്ടുള്ള 3 ട്രിക്കാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇനി സ്റ്റക്കായി കിടക്കാൻ പാടില്ല. സ്റ്റക്കായതിന് ശേഷം പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത് ഓടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ് ഇതായിക്കൊണ്ട് പോകുന്നില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ വീഡിയോ ഓടിക്കാനുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ നമ്മുടെ വീഡിയോക്ക് തമ്പനയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ആക്കി ഉണ്ടാവും അല്ലേ. അപ്പോൾ സ്റ്റക്കായതിന് ശേഷം മാത്രം അതിന് വ്യൂസ് വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ തമ്പനെയിൽസും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും നിങ്ങൾക്ക് രണ്ടാമതും എഡിറ്റ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ രണ്ടാമത് റണ്ണ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതായത് നമ്മൾ വീഡിയോ ഓടി നിന്നതിന് ശേഷം അതിൻ്റെ തമ്പനെയിൽ, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ 3 എണ്ണവും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ വീഡിയോ രണ്ടാമത് റണ്ണ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇപ്പം രണ്ടാമതായിട്ട് വരുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിലേറ്റഡ് വീഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു ലോങ് വീഡിയോൻ്റെ ഷോർട്ട് ചെയ്യുവാണെങ്കിൽ അതിന് റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഷോർട്ട് വീഡിയോയ്ക്ക് ആദ്യമായിട്ട് റിലേറ്റഡ് വീഡിയോ കൊടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവിടെ ഒരു വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റഡ് വീഡിയോ, നമുക്ക് ആ ഷോർട്ടിൻ്റെ നേരെ ലോങ് വീഡിയോയിലോട്ടാണ് റിലേറ്റഡ് വീഡിയോ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം നിങ്ങളുടെ ലോങ് വീഡിയോ ചെയ്യുക. ലോങ് വീഡിയോ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കൂടെ ചെയ്യുക. സ്റ്റക്കായി എന്ന് തോന്നുവാണെങ്കിൽ, സ്റ്റക്കായിട്ടില്ലെങ്കിലും ചെയ്യുക, ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിലേറ്റഡ് വീഡിയോ ആയിട്ട്, ആ ഷോർട്ട് വീഡിയോൻ്റെ റിലേറ്റഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ആ ലോങ് വീഡിയോൻ്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഷോർട്ട് വീഡിയോ നമുക്ക് ലോങ് വീഡിയോനേക്കാളും കുറച്ചും കൂടെ റീച്ച് കിട്ടും. നമ്മളിപ്പം പൊതുവെ നമ്മൾ അപ്ലോഡ് ആക്കിയാൽ മനസ്സിലാവും, ഈ ഷോർട്സ് എന്ന് പറയുന്നത് ഈ ആൾക്കാരുടെ ഷോർട്ട് ഫീഡ് കൂടെ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ സൈപ്പ് ചെയ്ത് കാണുന്ന സംഭവം ആയതുകൊണ്ട് പെട്ടെന്ന് അതിന് വ്യൂസ് വരും. നമുക്ക് ലോങ് വീഡിയോയ്ക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനൊക്കെ പോയിട്ടാണ് വ്യൂസ് വരുന്നതെങ്കിൽ ഷോർട്ടിന് പെട്ടെന്ന് വ്യൂസ് വരും. അപ്പോൾ നമ്മൾ ഈ റിലേറ്റഡ് വീഡിയോ കൊടുക്കുന്ന സമയത്ത്, ഷോർട്ടിന് വ്യൂസ് വരുന്ന സമയത്ത് അതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ അതിൻ്റെ റിലേറ്റഡ് വീഡിയോ ആയിട്ട് നമ്മൾ കൊടുത്ത ലോങ് വീഡിയോയിലോട്ട് ക്ലിക്ക് ചെയ്യും. ആ ലോങ് വീഡിയോയിലോട്ട് രണ്ടാമത് വ്യൂസ് വരികയും ചെയ്യും. അങ്ങനെ കൂടുതൽ വ്യൂസ് വരുന്ന നല്ല വീഡിയോ ആണെങ്കിൽ, നല്ല വാച്ച് ടൈം കാര്യങ്ങളൊക്കെ ആ വീഡിയോയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, കൂടുതൽ സമയം ആൾക്കാർ സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബ് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ ലോങ് വീഡിയോൻ്റെ ഇംപ്രഷൻ വിട്ടുകൊണ്ടിരിക്കും. പിന്നെ അവിടുന്ന് ആ വീഡിയോ പിന്നെയും വൈറലാകാനുള്ള ചാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ റിലേറ്റഡ് വീഡിയോ എന്നുള്ള സംഭവമാണ്. ഓക്കെ, പിന്നെ മൂന്നാമതായിട്ട് വരുന്ന പോയിന്റ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടുതൽ ആൾക്കാർക്കും അറിയാം. കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നുള്ള സംഭവം നമുക്കുണ്ട്. യൂട്യൂബിന് ആപ്ലിക്കേഷനകത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ ലിങ്ക് കോപ്പി ചെയ്ത് വിടാം. അതായത് നമ്മൾ ചെയ്ത ലോങ് വീഡിയോൻ്റെ ലിങ്ക് നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ടോ, അല്ലെങ്കിൽ അടിയിൽ ഷെയർ ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ഷെയർ ചെയ്തിട്ടോ നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ സ്റ്റക്ക് ആയിരിക്കുന്ന വീഡിയോ, ഇത് രണ്ടാമത് നമ്മുടെ ലിങ്ക് ആൾക്കാരിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ തമ്പനെയിൽസ് നല്ലതാണ്, നല്ല ക്ലിക്ക് കിട്ടുന്ന ടൈറ്റിൽസ് കാര്യങ്ങളാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണും. അപ്പോൾ ഇത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഇത് 3 രീതിയിൽ നമ്മൾ കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് എത്തിക്കാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു ക്ലിക്ക് എത്തിക്കുന്ന സമയത്ത് ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുകയാണെങ്കിൽ, എളുപ്പത്തിൽ പറഞ്ഞാൽ, അതായത് നമ്മുടെ വീഡിയോയിൽ ആൾക്കാർ ഈ ഒരു ലിങ്ക് വഴിയോ അല്ലെങ്കിൽ റിലേറ്റഡ് വീഡിയോ വഴിയോ ഒക്കെ ക്ലിക്ക് ചെയ്തു സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ, കൂടുതൽ സമയം ഒരു 8 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ അതിൻ്റെ അകത്തൊരു 4 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ 3.5 മിനിറ്റെങ്കിലും ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ യൂട്യൂബിന് മനസ്സിലാകുന്ന കാര്യം, ഈ വീഡിയോ കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ള വീഡിയോ ആണ്, അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു സംഭവത്തിൽ പോകും. അപ്പോൾ ഇത് വെച്ചിട്ടാണല്ലോ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും യൂട്യൂബ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, യൂട്യൂബ് കൂടുതൽ ആൾക്കാരിലോട്ട് പിന്നെയും ഇംപ്രഷൻ അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് പോയിക്കൊണ്ട്, ഈ 3ഉം സ്റ്റക്കായി കിടക്കുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കാൻ, അതായത് ഒന്ന് റീച്ച് ആക്കാൻ വേണ്ടി, ആ നിന്നിടത്ത് നിന്ന് ഒന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു 3 ട്രിക്കാണ് ഞാൻ വീഡിയോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ പോയിട്ട് പരീക്ഷിക്കാം. കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ 3 ട്രിക്ക് ഒരുമിച്ച് പരീക്ഷിച്ചിട്ടില്ലെങ്കിലും ചിലതൊക്കെ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഉണ്ടാവും, യൂട്യൂബിനകത്ത് ഉണ്ടാവും. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഒരു പരിധി വരെ നല്ല വീഡിയോ ആണെങ്കിൽ
ഇതൊക്കെ ഞാൻ പറയുന്നു നല്ല വീഡിയോ ആണെങ്കിൽ, ആൾക്കാർക്ക് താല്പര്യമുള്ള വീഡിയോ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ റൺ ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. വീഡിയോ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ അവസാനമാണ് പറയുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.